ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും ദ്രോഹിക്കാൻ എനിക്കറിയത്തില്ല, വേദനിപ്പിക്കാനും അറിയത്തില്ല. എനിക്ക് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും മാത്രമേ എനിക്കറിയത്തുള്ളൂ. പക്ഷേ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടും നമുക്ക് എല്ലാം തിരിച്ചു വേദനകളാണ്. എല്ലാവരും ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ കരുതിയിട്ടുണ്ടോ, ആരെയൊക്കെ നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് പിടിച്ച് സ്വന്തമെന്ന് കരുതി എല്ലാം നമ്മളെ ഇത് ചെയ്തിട്ടുണ്ടോ, അവരെല്ലാവരും നമുക്ക് തിരിച്ചടികളാണ് തന്നിട്ടുള്ളത്. എല്ലാവരും ഒന്നുപോലില്ലാതെ എല്ലാവരും തിരിച്ചടികളാണ് തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, അയ്യോ നന്മ ചെയ്തിട്ടെല്ലാം തിന്മ മാത്രമാണല്ലോ ലഭിക്കുന്നത്, പിന്നെ എന്താ ഇങ്ങനെ, ഇനി ഒരു നന്മ ആർക്കും ചെയ്യണ്ട, നമ്മൾ സ്നേഹിച്ചിട്ടും വിദ്വേഷമാണല്ലോ തന്നെ. അങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് വചനപ്പെട്ടി വെച്ചിട്ടുണ്ട്, ജീസസിൻ്റെ വചനങ്ങൾ എഴുതിയ വചനപ്പെട്ടി. ഇങ്ങനെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ട് ഇനി ആർക്കും ഒരു മനുഷ്യനോട് ഒരു നന്മയും ചെയ്യത്തില്ല, എടുക്കത്തില്ല. ഇത്രയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ആൾക്ക് സഹിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ പ്രയാസങ്ങളും ജീവിത അനുഭവങ്ങളുമാണ് ഉള്ളത്. അപ്പം ഇനി വേണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഈ വചനപ്പെട്ടി ചെന്ന് വചനം എടുക്കുമ്പോൾ എനിക്ക് അച്ചട്ടായിട്ട് ഈ വചനം കിട്ടുന്നത്, നീ നന്മ ചെയ്യുന്നതിൽ നിന്നും മടുത്തു പോകരുത്. അപ്പം അത് കർത്താവാണ് സംസാരിക്കുന്നത്, ചെയ്തു പോകരുത്. അപ്പം പിന്നെ അങ്ങനെ പറ്റും. അപ്പം പിന്നെയും അതിനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നു. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരുന്നത്. നമ്മളെ വിളിച്ച തക്കവണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അതപ്പോൾ പിന്നെ അങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കുക.